2025-2026 അക്കാഡമിക്സ് ഇയറിന്റെ നീറ്റ് ഡിക്ലെയർ ചെയ്ത ദിവസമാണിന്ന്, ജൂൺ 14. നിങ്ങൾക്കറിയാം, ഈ വർഷത്തെ നീറ്റ് കമ്പാരിറ്റീവ്ലി നല്ല ടഫാണ് എങ്കിലും ഒത്തിരി പിള്ളേർക്ക് എലിജിബിൾ ആവാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാകുന്നത്. ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് 144 ജനറൽ വിഭാഗത്തിൽ വരുന്നവർക്കും OBC SC/ST പോലുള്ള വിഭാഗത്തിൽ വരുന്നവർക്ക് 113. ഇത് പറയുന്നതെന്ന് വെച്ചാൽ എലിജിബിൾ ആയതുകൊണ്ട് എന്താണ് അതുകൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നായിരിക്കും. പക്ഷേ ഈ ഒരു മാർക്ക് വിദേശത്ത് MBBS പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം NMCയുടെ പുതിയ റൂൾ പ്രകാരം നിങ്ങൾക്കറിയാം, വിദേശത്ത് മെഡിക്കൽ പഠനത്തിന് പോകുന്ന എല്ലാവരും നീറ്റ് ക്ലിയർ ആയവർ മാത്രമേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ FMGO നെക്സ്റ്റോ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കോളും മെസ്സേജും വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പല മിസ്ഗൈഡുകളും ഇത് റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് ഈ വർഷം നീറ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറോ പിന്നെയോ അഥവാ 5 വർഷത്തിൻ്റെ ഉള്ളിലോ 6 വർഷത്തിൻ്റെ ഉള്ളിലോ ക്ലിയർ ചെയ്താൽ മതി എന്ന് പോലും പറയുന്ന മെസ്സേജുകളുണ്ട്. അപ്പൊ അത് ശരിയല്ല എന്ന് കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും, നീറ്റ് അപ്പിയർ ചെയ്തവർക്കും ക്ലിയർ ചെയ്ത എല്ലാവർക്കും എജൂസോന്റെയും എന്റെയും എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ, ബൈ.